കോപ്പ അമേരിക്കയിൽ ബ്രസീൽ നാളെ ഇറങ്ങും. കോസ്റ്റാറിക്കയാണ് എതിരാളികൾ. നാളെ രാവിലെ 6:30 മത്സരം. ഇത്തവണ ബ്രസീൽ കളത്തിലിറങ്ങുന്നത് 10ാമത് കോപ്പ ലക്ഷ്യമിട്ടാണ്. മറാക്കാനയിലെ വേദന മറക്കണം. തളർന്നു പോയെന്ന് വിധിയെഴുതിയവർക്ക് മുന്നിൽ കോപ്പ ഉയർത്തി നിൽക്കണം. ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് അടിവരയിട്ട് പരിഹസിച്ചവരോട് തിരുത്തി പറയിക്കണം. ചിറക് വിരിച്ച് കാനറികൾ കോപ്പയിലേക്ക് ഇറങ്ങുകയാണ്. ഇത് വെറുമൊരു തിരിച്ചുവരവിന്റെ കളിയല്ല ബ്രസീലിന്. ലോകത്തിനു മുന്നിൽ കാൽപന്തു കളിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരേയൊരു രാജാവായി പ്രൗഢമായി തുടരേണ്ടതുണ്ട്. 5 ലോകകപ്പിന്റെ തലയെടുപ്പും 9 കോപ്പയുടെ ചാരുതയും നിലനിർത്തേണ്ടതുണ്ട്. 10ാമത് ഒരു കോപ്പയെടുക്കുക എന്നല്ലാതെ കാനറികൾക്കിനി മറുത്തൊരു ലക്ഷ്യമില്ല. സൂപ്പർ താരം നെയ്മറില്ലാത്തത് ബ്രസീൽ ആരാധകരെ നിരാശപ്പെടുത്തുന്നു. കരുത്തരായ റിച്ചാർലിസണും കാസമിറോയും ഗബ്രിയേൽ ജിസൂസും തിയാഗോ സിൽവയും ടീമിന് പുറത്താണ്. എങ്കിലും പ്രതീക്ഷകൾക്ക് തെല്ലും കുറവില്ല. കോപ്പയിലേക്ക് ഇറങ്ങുമ്പോൾ ബ്രസീലിന്റെ മുന്നേറ്റ നിരയെ പ്രതിരോധിക്കാൻ എതിരാളികൾ പാടുപെടും. വേഗത കൊണ്ടും ഗോൾ വരാനക്കാനുള്ള മികവിലും മഞ്ഞപ്പടക്ക് വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും എൻട്രിക്കുമുണ്ട്. മധ്യനിര ബ്രൂണോ ഗിമറസിന്റെയും ലുക്കാസ് പക്കറ്റയുടെയും കാലിൽ ഭദ്രമാണ്. എഡർ മിലിറ്റാവോയും മാർക്കിനോസിന്റെയും നേതൃത്വത്തിലുള്ള പ്രതിരോധ മതിലിനെ മറികടക്കുക എന്നത് എതിരാളികൾക്ക് ശ്രമകരമായ കാര്യമാണ്. ഗോൾവലയെ പാറിപ്പറന്ന് സംരക്ഷിക്കാൻ ആലിസനുണ്ട്. ജൂലൈ 15 അമേരിക്കയിൽ ഒരു മഞ്ഞ വസന്തം തീർത്ത് കാനറികൾക്ക് തിരികെ പറക്കണം. സ്പോർട്സ് ഡെസ്ക് മീഡിയ 1. ജൂലൈ 15 അമേരിക്കയിൽ ഒരു മഞ്ഞ വിസ്മയം തീർത്ത് അല്ലെങ്കിൽ ഒരു മഞ്ഞ വസന്തം തീർത്ത് കാനറികൾക്ക് കോപ്പയുമായി തിരികെ പോകണം. അപ്പോൾ നാളെ രാവിലെ ആദ്യ മത്സരത്തിന് കോസ്റ്റാറിക്കക്കെതിരെ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ബ്രസീലിന്റെ താരനിര, അവരുടെ ഫോർമേഷൻ എന്തായിരിക്കും, തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം. ടീം ഫോർമേഷൻ അലീസൺ ബെക്കർ തന്നെയായിരിക്കും ഗോൾ വല കാക്കുക. ഡിഫൻസിൽ മാർക്കിന്യോസും ഉണ്ടാവും, എഡർ മിലിറ്റാവും നമുക്കവിടെ കാണാം. 2 താരങ്ങൾ, അതായത് ഈ 2 താരങ്ങളെ എടുത്തു പറയേണ്ട താരങ്ങൾ തന്നെയാണ് മാർക്കിന്യോസും എഡർ മിലിറ്റവും. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന 2 താരങ്ങൾ. അതുപോലെ തന്നെ ഈ ഇടത്തോട്ട് വന്നാൽ നമുക്ക് ഡാനിലോയെ കാണാം, ക്ഷമിക്കണം, വലതുഭാഗത്ത് ഡാനിലോയെ കാണാം. ഇടത് വിങ്ങിൽ ഗില്ലോർമ അരാനയെ കാണാം. മിഡ്ഫീൽഡിൽ ജാവോ ഗോമസിനെ കാണാം. ജാവോ ഗോമസ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലാണ് കളിക്കുന്നത്. കുറെ കൂടി അഗ്രസീവായി കളിക്കുന്ന ഒരു താരം ആണ്. പക്ഷെ എന്നാൽ പോലും ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ഭാഗത്ത് ആ ഭാഗം വളരെ കൃത്യമായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകും. ലൂക്കോസ് പക്കേറ്റ ഇടതുഭാഗത്ത്, ജേഴ്സി നമ്പർ 8 ലൂക്കോസ് പക്കേറ്റ വളരെ വിശ്വസ്തനായ താരമാണ്. ബ്രൂണോ ഗുമൈറസ് വലതു വിങ്ങിൽ, മിഡ്ഫീൽഡിൽ മധ്യനിരയിൽ സ്ഥാനമുറപ്പിക്കുന്നു. ഇനി മുന്നേറ്റ നിരയിലേക്ക് വന്നാൽ നമുക്ക് അവിടെ കാണാം റാഫീഞ്ഞയെ കാണാം. വലതു വിങ്ങിൽ റാഫീഞ്ഞ, ജേഴ്സി നമ്പർ 11, ജേഴ്സി നമ്പർ 10 അവിടെ റോഡിഗ്രോയെ കാണാം. ഇടതു വിങ്ങിൽ വിനീഷ്യസ് ജൂനിയറിനെ കാണാം. വിനീഷ്യസ് ജൂനിയർ ജേഴ്സി നമ്പർ 7 ഇടതു വിങ്ങിൽ. അപ്പം ഇങ്ങനെയാണ് ഒരു സാധ്യത, ഒരു 11 എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് അറിയാം, അവിടെ റാഫീഞ്ഞോ കളിക്കുന്ന വലതു വിങ്ങിലേക്ക് എഡ്രിക്ക് വരാനുണ്ട്. എഡ്രിക്കിന് കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മൾ കണ്ടതാണ്. 17 വയസ്സ് മാത്രമുള്ളൊരു മജീഷ്യനാണ്, വണ്ടർ കിഡാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. അപ്പോൾ എഡ്രിക്ക് വരുമ്പോൾ സ്വാഭാവികമായും റോഡിഗ്രോ ആവുമോ മാറുക, അതല്ല റാഫീഞ്ഞോ മാറുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും അദ്ദേഹവും ഇന്ന് ഇറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹരി ഗോവിന്ദ് ചേരുകയാണ് നമുക്കൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഹരി, നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ അല്ലെങ്കിൽ താരങ്ങളുടെ പട്ടികയിൽ അവരുടെ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? മഹേഷ്, ഒരു മികച്ച സ്ക്വാഡ് തന്നെയാണ് ബ്രസീലിനുള്ളത്. എല്ലാ മേഖലയിലും ഒരുപിടി സൂപ്പർ താരങ്ങൾ ബ്രസീലിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ആരെ കളിക്കളത്തിലേക്ക് വിടുമെന്നുള്ളത് കോച്ചിന് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും. ഈ ഒരു പ്രോബബിൾ 11 പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിലും ചില മാറ്റങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണുന്നുണ്ട്. ഗോൾ കീപ്പർ സ്ഥാനത്ത് അലിസൺ ബെക്കർ തന്നെയാവും ഉണ്ടാവുക. കാരണം നമുക്ക് അതിലൊരു വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എഡേഴ്സൺ ഒന്നാമത് സ്ക്വാഡിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ്. അലിസണ് പകരം മറ്റൊരു ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ കോച്ച് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. പ്രതിരോധത്തിലേക്ക് വരുമ്പോൾ മാർക്കിനോസിന്റെ സ്ഥാനം ഏകദേശം ഉറപ്പായതാണ്. എന്നാൽ എഡർ മിലിറ്റാവോയുടെ കാര്യത്തിൽ അത്ര ഉറപ്പില്ല. നമുക്കറിയാം, റയൽ മാഡ്രിഡിനൊപ്പം ഈ കഴിഞ്ഞ ലീഗ് മത്സരങ്ങളിലോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലോ ഒന്നും എഡർ മിലിറ്റാവോയ്ക്ക് കളിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങൾ പുറത്തിരുന്നതിന് ശേഷമാണ് എഡർ മിലിറ്റാവോ ബ്രസീലിനൊപ്പം ചേരുന്നത്. അതുകൊണ്ട് ആദ്യ 11-ൽ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മിലിറ്റാവോക്ക് പകരം ഒരുപക്ഷെ ആർസണലിന്റെ മഗല്ലസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഗബ്രിയേൽ മഗല്ലസ് വരാനുള്ള സാധ്യതകളുണ്ട്.
സാധ്യതകളുണ്ട്. അത് അല്ലെങ്കിൽ ബ്രമറിനും അവിടെ സാധ്യതകൾ കാണുന്നുണ്ട്. ഈ രണ്ട് താരങ്ങളിൽ ഒരാൾ പ്ലേയിങ് 11ലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇടത് വിങ്ങിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അരാനയാണ്. അരാനയ്ക്ക് പകരം വെൻഡൽ, പോർട്ടോയുടെ വെൻഡൽ ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. കാരണം കഴിഞ്ഞ ഫ്രണ്ട്ലി സൗഹൃദ മത്സരത്തിൽ ഉൾപ്പെടെ വെൻഡലാണ് ബ്രസീലിനായി അണിനിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വെൻഡലിനുള്ളൊരു സാധ്യതകളും കാണുന്നുണ്ട്. മറുവശത്ത് ഡാനിലോ തന്നെയായിരിക്കും ഇറങ്ങുക. ഡാനിലോയുടെ സാധ്യത ഏകദേശം ഉറപ്പായത് തന്നെയാണ്. മധ്യനിരയിലേക്ക് വരുമ്പോൾ കാസമിറോ ഇല്ലാത്തതിന്റെ അഭാവം അവർക്ക് നികത്തേണ്ടതുണ്ട്. കാസമിറോയ്ക്ക് പകരം അതിന് ചുമതല ലൂക്കാസ് പക്വേറ്റയ്ക്ക് നൽകുമോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം പക്വേറ്റ ബ്രസീലിനൊപ്പം ഏറെ നാളായി കളിക്കുന്ന താരമാണ്. അതുകൊണ്ട് വളരെയധികം ഉത്തരവാദിത്തം പക്വേറ്റയ്ക്കുണ്ട്. അതുകൊണ്ട് കസമിറോയുടെ ഒരു റോൾ പക്വേറ്റയ്ക്ക് നൽകുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. മുന്നേറ്റ നിരയിൽ കളി ഉണ്ടാക്കാൻ ബ്രൂണോ ഗുമേറസ് തന്നെയാവും ഇറങ്ങുക. ന്യൂകാസിലിന് ഉൾപ്പെടെ മികച്ച പ്രകടനമാണ് ഗുമേറസ് പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് ഗുമേറസിന്റെ ആ ഒരു പേര് ആദ്യ 11 ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. മറിച്ച് ഡഗ്ലസ് ലൂയിസോ അല്ലെങ്കിൽ ഗോമസോ ഇറങ്ങാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയറിന്റെ സ്ഥാനം ഉറപ്പാണ്. റാഫീനിയ ഉണ്ടാവും മുന്നേറ്റ നിരയിൽ വിനീഷ്യസിനൊപ്പം റോഡ്രിഗോയും സ്ട്രൈക്കർ സ്ഥാനത്ത് ഇറങ്ങിയേക്കും. എൻട്രിക്കിന് പകരക്കാരനായ അവസരം ലഭിക്കാനാണ് ഇന്നത്തെ മത്സരത്തിൽ സാധ്യത. എൻട്രിക്കിന് പകരക്കാരനായി ഇറങ്ങാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുക എന്നാണ് ഹരി ഗോവിന്ദ് പറയുന്നത്. തുടരുക, ഇപ്പോൾ ഹാരിസ് നെന്മാറ നമുക്കൊപ്പം ചേരുകയാണ്, നമ്മുടെ വെബ് സ്പോർട്സ് ഡെസ്കിലെ സീനിയർ ജേർണലിസ്റ്റ്. അമേരിക്കയിലേക്ക് ടീമിനെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ്. ഹാരിസ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. നെയ്മർ ഇല്ല, അവിടെ ജീസസ് ഇല്ല, കസിമിറോ ഇല്ല, തിയാഗോ സിൽവ ഇല്ല. ഇത്രയും വലിയ താരങ്ങൾ, ലോകോത്തര താരങ്ങൾ ഇല്ലാതെയാണ് ബ്രസീൽ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വിടവ്, ഈ ഒരു ഗ്യാപ്പ് നികത്താൻ നിലവിലെ താരങ്ങൾക്ക് സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടേ? പിന്നെ നെയ്മർ പോലെ ഒരു വലിയ താരത്തിന്റെ അഭാവം ബ്രസീൽ ടീമിനെ ബാധിക്കുമെന്ന് വെച്ചാൽ ബാധിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2022 പിന്നെ ഖത്തർ ലോകകപ്പിൽ ക്രൊയേഷ്യക്കെതിരെയുള്ള അവസാന മത്സരത്തിൽ ബ്രസീൽ തോറ്റ് പുറത്താകുമ്പോൾ പോലും ആ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ മൂമെന്റ് നമ്മൾ കണ്ടത് നെയ്മറുടെ ഗോളാണ് എന്നുള്ളതാണ്. ആ ഗോൾ നമ്മളിപ്പോഴും മറക്കാത്തൊരു ഗോളാണ്. അതിനുശേഷം പിന്നെ തുടർച്ചയായി അദ്ദേഹം വീണ്ടും പരിക്കുകളുടെ പിടിയിലാകുന്നു. കസമിറോയുടെ അഭാവം അദ്ദേഹത്തിന്റെ മോശം ഫോമിനെ തുടർന്നാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം അത്ര വലിയ നല്ലൊരു സീസൺ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ലോകകപ്പിൽ ബ്രസീലിന്റെ വണ്ടർ ഗോളൊക്കെ അടിച്ച റിച്ചാർലിസൺ ഇത്തവണ ഇല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ വിനീഷ്യസ് ജൂനിയറിന്റെ കയ്യിലായിരിക്കും ബ്രസീലിന്റെ ബാറ്റർ ഉണ്ടാവുക. ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയറിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ബ്രസീലിന് ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഗോൾ അടിക്കുന്നതിനേക്കാൾ മനോഹരമായി പിന്നെ ഗോൾ അടിക്കാനുള്ള ചാൻസുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവിടെ റോഡ്രിഗോ ഉണ്ട്, വിനീഷ്യസ് ജൂനിയറും റിച്ചാർലിസണും ഒക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ ഫോർവേഡിൽ ഒരുപാട് ഓപ്ഷനുകൾ ബ്രസീലിനുണ്ട്. പ്രതിപാദനരായ ഒരുപാട് താരങ്ങളുണ്ട്. ഗോൾ വലയിലേക്ക് ഇരച്ചു കയറാൻ റാഫീഞ്ഞോയുണ്ട്, റോഡ്രിഗോയുണ്ട്, വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, 17-കാരൻ എൻട്രിക് ഉണ്ട്. അതുകൊണ്ട് സമ്പന്നമാണ് ബ്രസീൽ. മഞ്ഞ പട ഒരുങ്ങി ഇറങ്ങുകയാണ് നാളെ കോപ്പയിലേക്ക്. അപ്പോൾ ഒരു വലിയ മത്സരം. അർജന്റീന ഒരു വശത്ത് ആദ്യ മത്സരം ജയിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെ ബ്രസീലിന്റെ കളിയാണ്. സ്വാഭാവികമായും നമുക്കറിയാം വലിയ ആരാധക വൃന്ദം കേരളത്തിൽ ഈ രണ്ട് ടീമുകൾക്കുമുണ്ട്. അപ്പം വലിയ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ബ്രസീൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാത്തിരിക്കുകയാണ് നമ്മൾ. നാളെ രാവിലെ 6:30 മത്സരം.